ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വലിയൊരു ഫാക്ടറി കാണാം. അപ്പവും പുട്ടുപൊടിയും മറ്റു മസാലപ്പൊടികളും എല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി മൂവാറ്റുപുഴയ്ക്ക് അടുത്താണ് ഇതുള്ളത്. അപ്പം പുട്ട് അങ്ങനെ റൈസ് ഐറ്റംസ് മാത്രം ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യണം. വാഷിങ്ങിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് സ്റ്റീമറിലേക്ക് വരും. ഇതിനകത്ത് 250 കിലോയുടെയും 100 കിലോയുടെയും സ്റ്റീമറാണ് നമുക്കുള്ളത്. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിങ്ങിനിടും. കൂളിങ്ങിനിട്ടതിന് ശേഷം ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നേരെ മെഷീനിലേക്ക് ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്ത് പൊടിച്ച് വന്നതിന് ശേഷമാണ് ഇവിടെ വരും. അത് വന്നു കഴിഞ്ഞാൽ എടുത്ത് നമ്മൾ 500 കിലോ വെച്ച് വരുന്ന വേറെ സ്റ്റീമറാണ് നമ്മൾ അതിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം പിന്നെ പാക്കിങ്ങിലോട്ട് പോകും അല്ലേ? അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂളിങ്ങിന് പോയതിന് ശേഷം 24 മണിക്കൂർ കൂളിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് പോകുന്നത്. റോസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം കൂളിങ്ങിന് ഈ ഏരിയയാണ് നമ്മൾ ഇടുന്നത്. ഇത് അത്ര മനോഹരമായിട്ട് നല്ല രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്ത് AC ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കൂളിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മെഷീനിൽ 1/2 കിലോയുടെയും 1 കിലോയുടെയും പാക്ക് ചെയ്ത് ഇതുപോലെ കവറായി ശേഷമാണ് നമ്മൾ ഡെസ്പാച്ചിലേക്ക് പോകുന്നത്. അരി വയ്ക്കാനായിട്ട് നമുക്ക് പ്രത്യേക സ്റ്റോറേജ് വെച്ചിരിക്കുന്ന പ്രാണിയോ ഒന്നും കയറാത്ത രീതിയിൽ സൗകര്യത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് മെയിനായിട്ട് മഞ്ഞൾ, കൊരിയാണ്ടർ, മസാല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മഞ്ഞളും ഇവിടെ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇൻഗ്രീഡിയൻസ് എല്ലാം മാരിനേറ്റ് സെപ്പറേറ്റ് കിട്ടും. ഇന്ന് ഇതിട്ട് ഇവിടെ നമ്മൾ കളിക്കും. മസാലയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ബ്ലെൻഡ് പല ഐറ്റംസ് ഉണ്ട്. മസാലയ്ക്ക് നമ്മൾ ബ്ലെൻഡർ കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് 45 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു സെക്കൻഡ് കട്ടിന് പിന്നെയും ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് പാക്കിങ്ങിലേക്ക് പോകുന്നത്. അടുപ്പിൽ വിറകിട്ട് കത്തിച്ചിട്ട് ഓയിൽ ചൂടാക്കിയാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. ലാബിനുള്ളിലാണുള്ളത്. ലാബിൽ നമുക്ക് മോയ്സ്ചർ, ആഷ്, അതുപോലെ തന്നെ ഫാറ്റ്, കൊളക്കൽ ഓയിൽ അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അതൊരു FG പാക്കിലേക്ക് നമ്മൾ അപ്രൂവൽ കൊടുക്കുള്ളൂ. ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ അതൊരു FGയിലേക്ക് നമുക്കത് പാക്കിംഗ് സെക്ഷനിൽ വരുന്നുള്ളൂ. അങ്ങനെയാണ് ലാബിൽ ഒരു എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്യുന്നതാണ്. ഫ്രം റോ മെറ്റീരിയൽ ടു ഫിനിഷ് ഗുഡ്സ് വരെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് പാക്കിങ്ങിലേക്ക് പോകുന്നത്. നമ്മുടെ ലാബ് ടെസ്റ്റിനായിട്ട് മസിൽ ഫർണസ്, ആഷ് നോക്കാനായിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ റൈസ് ഐറ്റംസിൻ്റെ ആഷ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് പുട്ട്, അപ്പം പോലുള്ള റൈസ് ഐറ്റംസിൻ്റെ ആഷ് ടെസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മോയ്സ്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ഓവൻ വെച്ചൊരു മോയ്സ്ചർ. പിന്നെ നമുക്ക് ഡിജിറ്റലായിട്ടൊരു മോയ്സ്ചർ മീറ്റർ കൂടി ഉണ്ട്. അതിൻ്റെ ഡിജിറ്റൽ മോയ്സ്ചർ മീറ്റർ അപ്പോൾ നമുക്ക് സഡനിൽ തന്നെ റിസൾട്ട് കിട്ടും. റോ മെറ്റീരിയലാണെങ്കിൽ തന്നെ പെട്ടെന്ന് അൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് 5 ഗ്രാം സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് റീഡിംഗ് ഉണ്ട്. സ്പെസിഫിക്കേഷൻ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വണ്ടിയിൽ നമ്മൾ അൺലോഡ് ചെയ്യും. അങ്ങനെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ നടത്തുന്നത്. എല്ലാം നമ്മളൊരു ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയലാണ് നമ്മളെല്ലാം നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ലാബിൽ തന്നെ 4 പേരുണ്ട്. ഈ 4 പേരും ഓരോ ഐറ്റവും ചെക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ മാത്രമാണ് ഇവിടെ മെറ്റീരിയൽ ഇറക്കുള്ളൂ. ഈ കോഡാണ് നമ്മളെ സ്പൈസസിൻ്റെ കോഡാണ്. ഇത് മഞ്ഞളൊക്കെ നമ്മളാണ് സ്പെഷ്യൽ. മഞ്ഞൾ നമ്മൾ ഫിംഗറാണ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഫിംഗർ മഞ്ഞൾ അതിന്റെ പ്രത്യേകത എന്താണ്? ഹൈ ക്വാളിറ്റി മഞ്ഞളാണ്. ഇത് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ച് കളർ കാണും. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണത്. ക്വാളിറ്റിയുള്ള മഞ്ഞളിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നമ്മൾ ഇതിൻ്റെ ഫിംഗർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നുവെച്ചാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടകളും ഒന്നും ഉപയോഗിക്കില്ല. ഈ കണക്ക് മാത്രം സെലക്ട് ചെയ്ത് മേടിച്ചത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ് വെച്ചാണ് മസാല ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ ഐറ്റംസും നമ്മൾ ഓരോ ഐറ്റംസ് തന്നെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ചൂടാക്കി എടുത്ത് അതിൽ പാകം നോക്കി നമ്മളത് ട്രോളിലോട്ട് മാറ്റും. ചില്ലി പ്ലാന്റ് ആണ്. എന്നുവെച്ചാൽ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 1 ലോഡ് മുളക് പൊടിച്ചെടുക്കാൻ പറ്റും. വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബില്ലാണ്. നമ്മൾ ഏത് രീതിയിൽ മുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചു മാറ്റി നല്ല മുളക് മാത്രം മേളിൽ ഫീഡ് ചെയ്ത് കൊടുത്ത് അരിച്ചാണ് താഴെ ഇറങ്ങുന്നത്. അത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും സിപ്ര എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഇരുമ്പൈറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ആ മാഗ്നറ്റ് പിടിച്ച് നല്ല പൊടി മാത്രം താഴോട്ട് വിടുന്നത്. നമ്മൾ 3 ടൈപ്പ് മുളകാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ടേസ്റ്റിന് ഉണ്ടാവും, കളറിനുണ്ടാവും, ക്വാണ്ടിറ്റിക്ക്. വേറെ മായം ഒരു സാധനം നമ്മൾ ചേർത്തില്ല. അഡീഷണൽ കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കില്ല. ആ നാച്ചുറലായിട്ടുള്ള മുളക് മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈ. അപ്പം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഫ്യൂച്ചർ വരികയാണെങ്കിൽ നമ്മളത് ലാബിൽ നമ്മൾ സ്റ്റോറേജ് വയ്ക്കും. 6 മന്ത്സോളം നമ്മളെ ബാച്ച് നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് വരിക നമ്മുടെ ബാച്ച് എടുത്തിട്ട് നമ്മൾ ഒന്നിനും റീടെസ്റ്റ് ചെയ്യും. നമ്മൾ ലാബിലെല്ലാം കീപ്പ് ചെയ്യുന്നതാണ് എല്ലാ ബാച്ചിലും ഓരോ സാമ്പിളുകളും. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും
നമ്മൾ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ ക്യാൻറ്റീനിൽ തന്നെ 2 പേര് ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മെറ്റീരിയലും ഏകദേശം ഒരു മാസം നമുക്ക് 1 ലക്ഷം രൂപയോളം ക്യാൻറ്റീനിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ആരുടെ കയ്യിലും ഒന്നും 1 രൂപ പോലും പിടിക്കാറില്ല. അതേപോലെ നമ്മൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് റൂമും അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവൈലബിൾ ആണ്. ഈ വിറക് കത്തിച്ചാണ് നമ്മൾ മുഴുവൻ പ്രോസസ്സ്. നമ്മൾ കംപ്ലീറ്റ് വിറക് കത്തിച്ച് മാത്രമാണ് ഇത് ചൂടുണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊരു ദിവസം 1.5 ടൺ വിറകാണ്. അത് കത്തിച്ച് അതിൻ്റെ ചൂടൽ എടുത്തിട്ടാണ് നമ്മൾ ഈ റോസ്റ്റിംഗ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ മിഷനിൽ നമ്മൾ 1 കിലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ 1 കിലോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാക്കറ്റ് അടിച്ച് പുറത്തിറങ്ങുമ്പോൾ വെയിറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ടോ ഒന്നോടെ നമ്മൾ ക്ലാസ്സിൽ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത് വിടാറുള്ളത്. ഇപ്പോൾ പുട്ടുപൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കി അത് പാക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകത, ഈ കൊപ്ര നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചത് സൾഫർ ഉപയോഗിച്ചോ ഒന്നും ഉള്ള കൊപ്രയല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. മറ്റേ ഈ സൾഫർ ഉപയോഗിച്ച കൊപ്രയാണെങ്കിൽ ഈ 10 രൂപ വരെ കിലോയ്ക്ക് വില പറയും. ഇത് ശുദ്ധമാണ്. നമ്മൾ അതിൻ്റെ മാർക്കറ്റിംഗ് അനുസരിച്ചാണ് ഈ സാധനം നമ്മൾ വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഡെയിലി നമ്മൾ ഏതാണ്ട് 11 മണിക്കൂറോളം കൊപ്ര ചൂടാക്കി അതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്ത് മില്ലിലേക്ക് ഇടുന്നത്. അങ്ങനെ അതാണ് ആ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഫിൽട്ടർ ഇത് ആട്ടി വരുന്ന കൊപ്ര 40 ടണ്ണുള്ള ഒരു ഫിൽട്ടർ വഴിയാണ് അരിച്ച് ഇത് ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും കളർ വരുന്നത്. ഈ ഇത് ഫിൽട്ടർ ചെയ്ത് ടാങ്കിൽ ചാടിയാൽ ആ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്ത് ഏകദേശം 5000 ലിറ്റർ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഉണ്ട്. ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ്. നമ്മൾ ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ അടുത്തുള്ളവർക്കും സ്റ്റാഫിനും ബാക്കി വരുന്ന എല്ലാവർക്കും നമ്മൾ ഹോൾസെയിൽ വിലയ്ക്ക് ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് എത്ര പ്രോഡക്റ്റുകളുണ്ട് ശരിക്കും? നമുക്ക് 88 പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഐറ്റം ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ പുട്ടുപൊടി മസാല ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കോക്കനട്ട് ഓയിലും നമുക്കൊരു ദിവസം ഏതാണ്ട് 3000 ലിറ്ററോളം നമുക്ക് ഡെയിലി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുടക്കം ശരിക്കും നമ്മളൊരു ചെറിയ രീതിയിൽ മായമില്ലാത്തൊരു സാധനം ഉണ്ടാക്കി വിൽക്കാൻ മാത്രം വേണ്ടിയിട്ട് തുടങ്ങിയൊരു യൂണിറ്റാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഡെവലപ്പായി ഈ ഇത്രയും ഒരു വലിയ ഫാക്ടറിയിലേക്ക് നമുക്ക് എത്തിക്കാൻ ദൈവം നമ്മളോട് കൂടെ നിന്നു. അതിന് ദൈവത്തോട് സ്തുതി പറയും. തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റം കോക്കനട്ട് ഓയിലും ബാക്കിയുള്ള മുളക് അങ്ങനെ കുറച്ച് ഐറ്റമൊക്കെ മാത്രമായിട്ട് തുടങ്ങി. ചെറിയ മുളകിൻ്റെയൊക്കെ തന്നെ ഒരു ചെറിയ മില്ല് വെച്ചിട്ട് നമ്മൾ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ 10 ടൺ മുളക് ഒരു 2 ഷിഫ്റ്റിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഈ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യുക? നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു SFG സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്വാളിറ്റി ചെക്കിംഗ് ആണ് വരുന്നത്. അത് ഈവൻ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ പൗച്ച് അടക്കം ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വരുന്നത്. ഈ പൗച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു വിഡ്ത്ത് ലെങ്ത്ത് അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളെല്ലാം അപ്രൂവൽ കൊടുത്തിട്ടാണ് ഈ പാക്കിങ്ങിലേക്ക് വരുന്നത്. പാക്കിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ഓരോ പാക്കറ്റും അത് കറക്റ്റ് പാക്കിംഗ് ആണോ, അതിൻ്റെ ബാച്ച് നമ്പർ, ഡേറ്റ്, എക്സ്പയറി എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് താഴത്തോട്ട് വരുന്നത്. പ്ലാന്റിൽ നിന്ന് നമ്മളിവിടെ ഡെസ്പാച്ച് സെക്ഷനിലേക്ക് വരുന്നത്. ഇവിടെ FG സ്റ്റോറേജ് ഏരിയയാണ്. ഓരോ പ്രോഡക്റ്റും നമ്മൾ സെപ്പറേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചാണ്. നമ്മൾ സ്റ്റോർ കീപ്പറാണ്. ബേസിൽ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോർ കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമുക്ക് മെയിനായിട്ടും എക്സ്പയർ ആവാത്ത മെറ്റീരിയൽസ് ഇറക്കി വിടാന്നുള്ളതാണ് മെയിൻ സംഭവം. നമുക്കിപ്പോൾ നിലവിൽ നമ്മളൊരു പല വേരിയൻസിൽ പാക്കിങ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ചെറിയ മേഖലയിൽ നിന്ന് ഇതുവരെ വലിയൊരു ബിസിനസ് മേഖലയിലോട്ട് വരാനുണ്ടായ ആ സാഹചര്യങ്ങളൊക്കെ പറയാം? ഞാൻ 40 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ചെറിയ രീതിയിൽ നിന്ന് ബിസിനസ് തുടങ്ങി ഇന്ന് ഇത്തരം വരെ വളരാൻ നമ്മൾ എല്ലാവിധ സഹായങ്ങളും എൻ്റെ സർവേശ്വരനായ ദൈവം തന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സപ്പോർട്ടുകളും തന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ബിസിനസ് ചെയ്യാൻ പറ്റിയത്. ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ടോ? എല്ലാ രീതിയിലും എല്ലാ ദിവസവും അത് വരാറുണ്ട്. രാവിലെ എന്നിട്ട് ഒരു 5 മണിക്ക് സമയമുള്ളൂ. ഏകദേശം ഒരു 200ഓളം പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും നടത്താനുടനെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.